ക്ഷേത്രദർശന സമയത്ത് സോപാനത്തിന് മുന്നിൽ നിന്ന് തൊഴുമ്പോൾ ഉച്ചജപമാണോ മന്ദജപമാണോ മൗനജപമാണോ ഉത്തമം? ഒരേ സമയം ഭക്തർ പല സ്തുതികളും നാമങ്ങളും ഉറക്കെ ജപിക്കുന്നത് മറ്റ് ഭക്തർക്ക് ഏകാഗ്രത നഷ്ടമാകാൻ ഇടയാകുമോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്ഷേത്ര ഉപാസനാക്രമത്തിൽ ക്ഷേത്രത്തിന് നമ്മുടെ ശരീരവുമായിട്ട് വലിയ സാമാന്യമുണ്ട്, സമാനതകളുണ്ട്. എപ്രകാരമാണോ പഞ്ചകോശങ്ങൾക്കുമുള്ളിലായി ഞാൻ നിലകൊള്ളുന്നത്, അതുപോലെയാണ് ക്ഷേത്രങ്ങളിൽ പഞ്ചകോശങ്ങൾക്കുള്ളിലായിട്ട് ക്ഷേത്രേശൻ പ്രതിഷ്ഠിതനായിരിക്കുന്നത്. അതിൽ സ്ഥൂല ശരീരം അല്ലെങ്കിൽ അന്നമയ കോശം ഗോപുരസ്ഥാനം മുതൽ നാലമ്പലം വരെ ഉള്ള സ്ഥലമാണ്. നാലമ്പലത്തിനുള്ളിൽ ഗർഭഗൃഹം വരെയുള്ളത് സൂക്ഷ്മ ശരീരമാണ്. അതിൽ നാലമ്പലം പ്രാണമയ കോശവും അതിനുള്ളിൽ പ്രദക്ഷിണാദികളെ ചെയ്യുന്നത് മനോമയ കോശവും സോപാനം വിജ്ഞാനമയ കോശവുമാണ്. ഗർഭഗൃഹമാണ് ആനന്ദമയ കോശം. അപ്പോൾ ഈ ക്രമത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിന് പുറത്ത് ഉച്ചത്തിലുള്ള ജപങ്ങളും കീർത്തനങ്ങളും സ്തോത്രങ്ങളും ഒക്കെ ആവാം. എന്നാൽ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനുള്ളിലേക്ക് കടക്കുന്നതോടുകൂടി നമ്മൾ ഉച്ചത്തിലുള്ള ഒരു വ്യവഹാരവും പാടില്ല. വർത്തമാനം പറയുകയോ ഉച്ചത്തിൽ നാമം ജപിക്കുകയോ കീർത്തനങ്ങൾ ചൊല്ലുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അവിടെ പരിപൂർണ മൗനമായിരിക്കണം. അതാണ് നിയമം. എന്നാൽ ഈ നിയമത്തിന് ഇളവുണ്ട്. ഒരു സമൂഹം ക്ഷേത്രാചാര്യൻ മുഖേന നിശ്ചയിച്ച സന്ദർഭങ്ങളിൽ, ഉദാഹരണത്തിന് സാമൂഹ്യാരാധനകളോ മറ്റേതെങ്കിലും ഭജന കീർത്തനങ്ങളോ ക്ഷേത്രാചാര്യൻ മുഖേന നിശ്ചയിച്ച സമയത്ത് ആവാം. അല്ലാത്ത സന്ദർഭങ്ങളിൽ നാലമ്പലത്തിനുള്ളിൽ ഒച്ചത്തിലുള്ള ഒന്നും വേണ്ട. അത് ക്ഷേത്ര അന്തരീക്ഷം വളരെ കലുഷിതമാകും. ക്ഷേത്രം ശാന്തിയോടുകൂടി മനസ്സടക്കി പ്രാർത്ഥിക്കാനും ഏകാഗ്രമാക്കാനും എല്ലാം ഉതകുന്ന രീതിയിൽ നിലനിർത്തപ്പെടേണ്ടതാണ്. നമ്മൾ തന്നെ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. ഒരു ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനുള്ളിൽ വന്നിട്ട് ഒരാൾ നാരായണ 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 എന്ന് ജപിക്കുക എന്ന് വിചാരിച്ചോളൂ. വേറൊരാൾ നമശിവായ 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 എന്ന് ജപിക്കുക എന്ന് വിചാരിച്ചോളൂ. വേറൊരാൾ സ്വാമിയേ ശരണമയ്യപ്പ എന്ന് പറയുക എന്ന് വിചാരിച്ചോളൂ. വേറൊരാൾ അമ്മേ നാരായണ ദേവി നാരായണ ഇത്യാദി ജപിക്കുക എന്ന് വിചാരിച്ചോളൂ. അതിനേക്കാൾ ശാന്തിയുള്ള സ്ഥലം ചന്തപ്പുരയായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. നാലമ്പലത്തിനുള്ളിൽ ഉച്ചത്തിലുള്ള ഒന്നും പാടില്ല, മന്ദമായിട്ടുള്ള ഒന്നും പാടില്ല, മൗനം മാത്രമേ പാടുള്ളൂ. അപ്പം പിന്നെ സോപാനത്തിന് മുമ്പിൽ മൗനജപമേ പാടുള്ളൂ എന്ന് പറയേണ്ടതില്ല. അത്രേ പാടുള്ളൂ, ഒരു സംശയമില്ല. എന്നാൽ പ്രത്യേകം ആചാര്യൻ മുഖേന നിശ്ചയിച്ച സന്ദർഭങ്ങളിൽ ആ നിശ്ചയിച്ച മന്ത്രങ്ങൾ മാത്രം ആവാം. ഉദാഹരണം പറഞ്ഞാൽ, ക്ഷേത്രത്തിൽ പ്രാണമയകോശം, ആ പ്രാണമയകോശമായ നാലമ്പലത്തിനുള്ളിലാണ് പൗഷ്ടിക കർമ്മങ്ങളൊക്കെ തന്നെ നടക്കുക. അപ്പോൾ ഉദാഹരണാർത്ഥം എന്തെങ്കിലും വേദപാരായണമോ പുരാണേതിഹാസ പാരായണമോ ഭക്തിശാസ്ത്ര പാരായണമോ ഒക്കെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ നിശ്ചയിച്ച സന്ദർഭത്തിൽ നാലമ്പലത്തിനുള്ളിലാണത് നടക്കുക.
ശരിക്കും പറഞ്ഞാൽ ദേവൻ അഭിമുഖമായിട്ട് മണ്ഡപത്തിൻ്റെ ഇടതുഭാഗത്ത് ആണ് നടക്കുക. അതായത് ദേവൻ വലത്താവുന്ന രീതിയിൽ. അതാണ് ചെയ്യേണ്ടത്. ഉറക്കെ ജപിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നാട്ടുവർത്താനം പറയരുത് എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്ഷേത്രത്തിൽ നാട്ടുവർത്താനം പറയണ്ടേ? പറയണം. പുറത്തു പോയിട്ട് ക്ഷേത്രത്തിൽ നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കപ്പെടണം. വർത്തമാനമൊക്കെ പറയുക തന്നെ വേണം, വേണ്ടാന്നൊന്നും പറയരുത്. പക്ഷേ അതൊക്കെ പുറത്ത്, അകത്തില്ല. അതാണ് വേണ്ടത്. അങ്ങനെയാണോ ചെയ്യണമെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഗുരുവായൂരൊക്കെ ഏറ്റവും അധികം ഉയരുന്ന മന്ത്രം എന്തായിരിക്കും? ഹോ ഹോ മാറിപ്പോ കണ്ണു, അതായിരിക്കും ഏറ്റവും അധികം, അല്ലേ? അല്ല, ആയിരിക്കും. അതായിരിക്കും ഏറ്റവും അധികം ഉയർന്ന മന്ത്രം എന്ന് തോന്നുന്നു. അറിയില്ല, തോന്നണം അങ്ങനെയാണ്. ശരി. അത് മറ്റ് ഭക്തർക്ക് ഏകാഗ്രത നഷ്ടമാകാൻ ഇടയാകുമോ? തീർച്ചയായിട്ടും ഇടയാകും. അത് ചെയ്യരുത്. ഇപ്പോൾ ഈ ഒരു 4-5 ദിവസമായിട്ട് നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ ഒരു ചർച്ചയുണ്ട്. ആ ചർച്ച എയർപോർട്ടിൽ പ്രാർത്ഥനാ മുറിയിൽ ഒരമ്മ പോയിട്ട് ദേവീ മഹാത്മ്യം, ദേവീ സൂക്തം തുടങ്ങിയവ ഉച്ചത്തിൽ ചൊല്ലി. അപ്പോൾ അവർ ചെയ്തത് നന്നായി, തീർത്തും ആവശ്യമാണ് എന്ന് ഒരു പക്ഷം, സ്വാഭിമാന ഹിന്ദു പക്ഷം. അവർ ചെയ്ത തെറ്റാണ്, എയർപോർട്ടിലെ പ്രാർത്ഥനാ മുറി മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാനുള്ളതാണ്, മറ്റാർക്കും ഉള്ളതല്ല എന്ന് മറ്റൊരു പക്ഷം. വലിയ കോലാഹലം നടക്കുകയാണിപ്പോൾ, വലിയ കോലാഹലം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്തിൽ ഉടനീളമുള്ള എയർപോർട്ടുകൾ മുസ്ലിം രാജ്യങ്ങളിൽ ഒഴിച്ച്, മുസ്ലിം രാജ്യങ്ങളിൽ അതർ റിലിജിയൻ പ്രയർ ഹാൾ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്കാവാം, അല്ലാത്തത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണ് മുസ്ലിം രാജ്യങ്ങളിൽ. മറ്റ് ലോകത്തിലുള്ള മുഴുവൻ രാജ്യങ്ങളിലും, അത് ഭാരതമായാലും യൂറോപ്പായാലും അമേരിക്കയായാലും ഓസ്ട്രേലിയ ആയാലും ആഫ്രിക്ക ആയാലും ഒക്കെ തന്നെ എയർപോർട്ടിൽ പ്രാർത്ഥനാ ഹാളുണ്ട്. പ്രാർത്ഥനാ മുറി ഉള്ളിടത്ത് എല്ലാ മതക്കാർക്കും ആവാം, എല്ലാ മതക്കാർക്കും ഉള്ളതാണ്. പക്ഷേ അവിടെ ആരും ഉച്ചത്തിൽ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അവരെ അനുകൂലിച്ചുകൊണ്ടാണ് ഭൂരിഭാഗം സ്വാഭിമാന ഹിന്ദുക്കളും പോസ്റ്റ് ഇടുന്നത്. അതിനെ ഞാൻ എതിർക്കുന്നു. ഉച്ചത്തിൽ ചെയ്യാൻ പാടില്ല, മിണ്ടാൻ പാടില്ല പ്രാർത്ഥനാ മുറിയിൽ. അവിടെ മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാം, ക്രിസ്ത്യാനികൾക്ക് മൗന പ്രാർത്ഥന ചെയ്യാം, ഹിന്ദുക്കൾക്ക് മൗന പ്രാർത്ഥന ചെയ്യാം, യഹൂദന്മാർക്ക് മൗന പ്രാർത്ഥന ചെയ്യാം. ആർക്കും പ്രാർത്ഥിക്കാൻ പോകാവുന്നതാണ് അത്തരം മുറികൾ. പക്ഷേ അവിടെ ആരും തന്നെ ഉച്ചത്തിൽ ചെയ്യാൻ പാടില്ല. ഹിന്ദുവും ചെയ്യാൻ പാടില്ല, മുസൽമാനും ചെയ്യാൻ പാടില്ല, ക്രിസ്ത്യാനിയും ചെയ്യാൻ പാടില്ല. അതാണ് അതിൻ്റെ നിയമവും നയവും. ഇവിടെയൊക്കെ നമ്മൾ ഏകപക്ഷീയമായിട്ട് ഞാൻ ഹിന്ദു ആയതുകൊണ്ട് അവർ ചെയ്തതിനെ അനുകൂലിക്കുക, ഞാൻ മുസ്ലിം ആയതുകൊണ്ട് അവർ ചെയ്തതിനെ എതിർക്കുക, ഇതൊക്കെ തെറ്റാണ്. പൊതുപ്രാർത്ഥനാ സ്ഥലങ്ങളിലുള്ള മര്യാദകൾ നമ്മൾ പാലിക്കണം, ആരായാലും. വലിയൊരു ചർച്ചയായി നടക്കുക അപ്പോൾ, ഇല്ലേ? കണ്ടില്ല?